ജിസ്മോൾ കുഞ്ഞുനാളിൽ എങ്ങനെയാണോ ഉണ്ടായത് അന്ന് മുതലുള്ള പരിചയങ്ങൾ വന്നിട്ടുണ്ട്. ചെറുപ്പം മുതലെയുള്ള ഇത്. അമ്മ ബാങ്കിൽ തന്നെ നമ്മുടെ മുത്തോലി പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡ് 13 നിന്ന് മത്സരിച്ചായിരുന്നു. അതൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് അതും മരിച്ചുപോയി. അങ്ങനെയുള്ള കഥ ഇതൊക്കെ പറയുമ്പോൾ തന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തെ ഓർത്ത്. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ മരണപ്പെട്ട, അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയ, അല്ലെങ്കിൽ മറിച്ച് കൊല്ലപ്പെട്ട എന്നൊക്കെ പറയാൻ പറ്റുന്ന ജിസ്മോൾ. ഈ ജിസ്മോളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നും ആ മരണത്തിൽ എനിക്ക് ദുരൂഹത തന്നെയാണ്. ഒരിക്കലും അത് സ്വയം ജീവനൊടുക്കിയതെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ പറ്റാത്തൊരു കേസ് തന്നെയാണ്. അല്ല, നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്കൂട്ടി മാനത്തോടിയാടെ ഓടിച്ചുകൊണ്ട് പോയത്. CCTV ഉള്ള ഏരിയയിൽ CCTVയിൽ പതിയാതെ CCTV വെട്ടിച്ചാണ് ജിസ്മോൾ പോയത്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരു പക്ഷേ നടന്നു പോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിച്ചാന്, എവിടെയെങ്കിലും കൂടിയൊക്കെ പോയെന്ന്. പക്ഷെ സ്കൂട്ടി അവിടെ അടുത്തിട്ടിട്ടുണ്ടായിരുന്നു. സ്കൂട്ടിയിലാണ് പോയെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ കുട്ടി കരയുന്നത് പാലുകൊണ്ട് കൊടുക്കുന്ന സ്ത്രീ കേട്ടെന്ന് പറയുന്നുണ്ട്. വേലക്കാരിയായിട്ടുള്ള ലവര് കിടന്നിട്ട് ഉരുണ്ട് മെഴുകുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അടപടലം, നല്ല ദുരൂഹതയാണ് ആ കേസിലുള്ള. എന്നിട്ടും ഒന്നും ആകുന്നില്ല, ആരും അന്വേഷിക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണ്. ഈ ജിമ്മിയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി ചോദ്യം ചെയ്യേണ്ട രീതി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തത്ത പറയുന്ന പോലെ മണിയായിട്ട് അവൻ പറയും. പക്ഷെ എന്ത് ചെയ്യുന്നു? ഇവിടെ ആരും ചോദ്യം ചോദിക്കുന്നില്ല, അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല. മതിവായ തെളിവില്ലാത്തത് കൊണ്ടായിരിക്കാം അറസ്റ്റ് ചെയ്യാത്ത. ചോദ്യം ചെയ്യണമെന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്യാം. എന്നാൽ അതുപോലും ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാർ കണ്ടെത്തിയിട്ട് പോലും പോലീസുകാർ കണ്ടെത്തി ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ആ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് ഏറ്റുമാനൂരുള്ള പോലീസിനെ പറ്റിയിട്ടൊക്കെ കുറെ പേരൊക്കെ എന്റെ അടുത്തും പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശമായിട്ടൊക്കെ. ഞാൻ എന്നാലും അതും വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ ജിമ്മിയെ അറസ്റ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്യുക. തത്ത പറയുന്ന പോലെ അവൻ പറയും. എന്തായാലും കാര്യങ്ങൾ നല്ല ദുരൂഹത ഉണ്ടായിരുന്നിട്ടും ഈ കേസുകളും കാര്യങ്ങളും തേഞ്ഞു മാഞ്ഞു പോകുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. നാളെ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തേഞ്ഞു മാഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പൂജാരിയായിട്ടുള്ള ഒരു വ്യക്തി ഒന്ന് പറയുന്നത് കേട്ടു നോക്കാം. അദ്ദേഹം പൊട്ടി കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഉണ്ടാകരുത് എന്ന് മാത്രമേ പറയാനുള്ള മറുപടി ഉള്ളൂ. ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിനിങ്ങനെ കടുങ്കറ ചെയ്യാനുള്ള ഒരിത് എങ്ങനെ സംഭവിച്ചു അത് അറിഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ. നമുക്ക് ഈ അയൽവക്ക സ്നേഹം വെച്ചും അവനവൻ്റെ ഒരു കൂടപ്പറപ്പ് പോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ. ആ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം തന്നെ കണ്ടപ്പോൾ തന്നെ മാനസികമായിട്ട് ഒത്തിരിയധികം വിഷമം എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ട് നേരത്തെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ്. നല്ലൊരു കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയായിട്ട് മാത്രമേ ഉള്ളൂ. അതിനെ കല്യാണം കഴിച്ചു വിട്ടു. കല്യാണത്തിന് നമ്മൾ പങ്കെടുത്തു, കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇങ്ങനെ ഓരോ കുടുംബത്തിൽ ഇതുപോലുള്ള മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നത് ഈ ചാനൽ മുഖാന്തരം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു പെൺകൊച്ചാണോ ഇത് എന്ന് തോന്നും. അവനെൻ്റെ ഒരു കുഞ്ഞുങ്ങളെ പോലെ. പോലീസിന്റെ അന്വേഷണം അങ്ങനെയുണ്ട്. അദ്ദേഹം പോലും കരയുന്നുണ്ട്. എന്നിട്ട് മനസാക്ഷിയില്ലാതെ കുറെ എണ്ണം നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൊട്ടടുത്തുള്ള അയൽവാസിക്ക് പോലും ആ മരണം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ സ്വന്തം വീട്ടിലുള്ള ഭർത്താവും അമ്മയും എല്ലാം അടങ്ങുന്ന നാറികൾക്ക് അതൊരു ആഘോഷമായി മാറ്റി എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ അഭിനയിച്ചു, പൊട്ടിക്കരയുന്ന രീതിയിൽ അഭിനയിച്ച് തകർത്ത് തിമിർത്തടിക്കി വെച്ച്. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വിഷമം പോലും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ജിസ്മോളുടെ മരണത്തിന് പിന്നിൽ അവരാണ് പ്രവർത്തിച്ചതെങ്കിൽ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു പൊറാട്ട് നാടകമായിട്ടാണ് എനിക്ക് ആ കരച്ചിൽ തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവൻ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇവൻ എങ്ങനെ ആ സമയത്തിരുന്ന് കരയാൻ തോന്നി? അതൊരു ചോദ്യമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇത്രയും പൊട്ടിക്കരയുമ്പോൾ നാട്ടുകാരും ആൾക്കാരും ഒക്കെ വിചാരിക്കും പാവം അവൻ ഇത്രയും വിഷമമാണെന്ന്. അങ്ങനെ അവനിലോട്ട് ഈ ഒരു ചിന്ത ആർക്ക് പോകത്തില്ല എന്നാണ് അവന്റെ ഒരു വിചാരം. എന്തായാലും കൊള്ളാടാ മോനെ ജിമ്മി, നീ നല്ലപോലെ ജിമ്മുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പോലീസുകാർക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് കേസ് CBIക്കോ മറ്റും ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴുടെ കുടുംബക്കാർ, അച്ഛനും സഹോദരനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിൽ മുൻകൈ എടുത്ത് നിന്ന് കേസ് കാര്യങ്ങൾ CBI ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ കേസ് ഒരിടവും എത്താതെ പോകും. ഞാൻ ഉള്ള കാര്യം പറയാം. ഇതിന്റെ പിന്നിൽ അത്യാവശ്യം നല്ല രീതിയിൽ ദുരൂഹത ഉണ്ട്. ഇത് സാധാരണ പോയി ജീവൻ ഒടുക്കിയ കേസൊന്നും അല്ല. സ്കൂട്ടിയുടെ കേസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താൽ മാത്രം മതി. ഇതിന്റെ അന്വേഷണം ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. അല്ല, ഇതുവരെ നിലവിലൊന്നും നമ്മളിതിനെപ്പറ്റി കണ്ട് അറിയാവുന്നതല്ലേ അറിയത്തുള്ളൂ. എത്ര കാലത്തെ പരിചയമുണ്ട് ജിസ്മോളുമായിട്ട്? ജിസ്മോൾ കുഞ്ഞുനാളിൽ എങ്ങനെയാണോ ഉണ്ടായത് അന്ന് മുതലുള്ള പരിചയങ്ങൾ വന്നിട്ടുണ്ട്. ചെറുപ്പം മുതലെയുള്ള ഇത്. അമ്മ ബാങ്കിൽ തന്നെ നമ്മുടെ മുത്തോലി പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡ് 13 നിന്ന് മത്സരിച്ചായിരുന്നു. അതൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് അതും മരിച്ചുപോയി. അങ്ങനെയുള്ള കഥ ഇതൊക്കെ പറയുമ്പോൾ തന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ഓർക്കാൻ ശ്രമിക്കും തോറും മറക്കുന്ന ഒരാളിനെ ദൈവം ഇങ്ങനെ എന്താ പറയുന്നത്? എന്താ
തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നു. അമ്മ മത്സരിച്ചപ്പോഴും എല്ലാത്തിനും ഞങ്ങളുടെ ഒരു സ്വന്തം കൂടപ്പിറപ്പാണ്. ഞാൻ ഹിന്ദുവാണ്, ഇത് ക്രിസ്ത്യൻസാണ് എന്നത് പോലും ഇല്ല. ഞങ്ങളുടെ തന്നെ ഏത് കാര്യങ്ങൾക്കും ഇവരുടെ ആദ്യകാലം മുതലേ കാരണവന്മാരായിട്ടുള്ള ബന്ധങ്ങളുള്ളതാണ്. അതേ പറയാനുള്ള മറുപടിയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി അത് കാര്യങ്ങൾ ചെയ്ത് അത് ചെയ്യണമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അനാസ്ഥയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പോലീസുകാരോ ബാക്ക്ഗ്രൗണ്ടുകളോ വേറെ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല്ലുന്നവന്മാരിതാ ഇതുപോലത്തെ പോറ്റുമാരെ കണ്ടൊന്ന് പഠിക്ക്. എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാ. ഹിന്ദു ആണെന്നോ ക്രിസ്ത്യനാണെന്നോ ഒരു വേർതിരിവും ഇല്ലാതെയാണ് അവർ ഇടപഴകിയിരുന്നതെന്നാണ് പറയുന്നത്. കണ്ടു പഠിക്കടേ, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കിടന്ന് തമ്മിൽ തല്ലുന്ന നാറുകൾ. ഇതൊക്കെയാണ് പോറ്റിമാര്. ചില പോറ്റിമാരുണ്ട്, എനിക്കും അറിയാം, പേഴ്സണലി അറിയാന്നുള്ള പോറ്റിമാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. തോമസേട്ടനെ സംബന്ധിച്ചൊന്നും യാതൊരു കുഴപ്പമില്ല. ഇവിടെ ആർക്കും ഈ പടിഞ്ഞാറ്റിൻകരയുള്ള ഞങ്ങളെപ്പോലുള്ള ഈ അടുത്ത അയൽവാസികൾക്കൊന്നും ഇവരെക്കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും പറയാനുള്ളത് ഇല്ല നിലവിൽ. ജിസ്മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായില്ല. ഇപ്പോഴാണ് ഈ വിഷയം. ഈ കാണുമ്പോൾ ഇത് ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് വീട്ടുകാർക്ക് വന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് ഇതിനെപ്പറ്റി കണ്ടപ്പോൾ തന്നെ ടി വി കണ്ട ചാനൽ കാണുമ്പോൾ അന്നേരമാണ് ടി വി വെച്ചത്. ചേട്ടാ ഇതൊന്ന് ഓൺ ചെയ്ത് ടി വി ചാനൽ കണ്ട് അയ്യോ ജിസ്മോൾ ആത്മഹത്യ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ തന്നെ ഒരു മനസ്സിന് ബുദ്ധിമുട്ട് തോന്നിയ ഒരു ജീവിതമാണ് നമ്മുടേത്. കാരണം ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ തള്ള ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ ആ തള്ളയെ ആര് പ്രേരിപ്പിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉള്ള സിനിമാ കഥ പോലെ തന്നെ തോന്നാനുള്ള ഇതുള്ളൂ. ഇപ്പോൾ ഷൈനിയുടെ ഇതുപോലെ അല്ല ജിസ്മോള്. കാരണം ഷൈനി ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ആവശ്യത്തിനുള്ളത് തമ്പുരാൻ കൊടുത്തതാണ്. പിന്നെ അത് തന്നെ ഒരു അഡ്വക്കേറ്റായിട്ട് തന്നെ ഒരു ജീവിതത്തിലേക്ക് തന്നെ നയിച്ച ഒരു പെൺകുട്ടിയാണ്. അത് കൊട്ടാരമറ്റത്ത് തന്നെ അവിടെ ഓഫീസിട്ടു. അത് തന്നെയല്ലേ ഈ ബാർ അസോസിയേഷൻകാരുമായിട്ടുള്ള ഇതിനകത്തൊക്കെ നല്ല നല്ല നിലയിൽ തന്നെ ആർക്കും ഒരു ദുരഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാനുള്ളതില്ല. സത്യം പറഞ്ഞ ഷൈനിയുടെ കേസുമായിട്ട് ഇത് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. കുടുംബ പ്രശ്നമുണ്ട്, പക്ഷേ ഷൈനി സ്വയം ജീവൻ ഒടുക്കിയതാണ്. ഒരിക്കലും ന്യായീകരിക്കത്തില്ല, തെറ്റാണ് ചെയ്തത്. പക്ഷെ ആ കുടുംബത്തിലുള്ള നാറികൾ കാരണമാണ് നിക്കക്കളിയില്ല, പൈസ ഇല്ല, ജീവിക്കാൻ വേറെ മാർഗമില്ലാതെയാണ് ഷൈനി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ജിസ്മോളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡിയാണ്. അതുപോലെ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ട്, പൈസയും ഉണ്ട് കയ്യിൽ. എന്നാലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യോ? ഇല്ല. അതാണ് അവിടെ ചോദ്യചിഹ്നം. ഈ ഒരു മരണത്തിൽ ദുരൂഹത എന്ന് പറയുന്ന സാധനം വളരെ വ്യക്തമായിട്ട് നല്ലപോലെ ഉണ്ട്. കൊന്നുകൊണ്ട് കളഞ്ഞതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ ഓരോ തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അസംഷൻസ് എല്ലാം ഏതാണ്ട് ഒരു കറക്റ്റ് ആവുന്ന രീതിയിലാണ് ഈ കേസിൽ വ്യക്തമായിട്ട് നിൽക്കുന്നത്. പക്ഷേ എന്നാലും അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, ഒന്നും മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ മീഡിയക്കാർ മാത്രം ചർച്ച ചെയ്യുന്നുണ്ട്, ജനങ്ങളായ നിങ്ങളും അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ നിയമത്തിന്റെ വശത്ത് നിന്നും ഈ ജിമ്മിക്കെതിരെയോ ആർക്കെതിരെയും ഒരു സാധനം വരുന്നില്ല. അതാണ് വേറൊരു കേസ്. ഈ പോറ്റിയുടെ വീഡിയോ വന്നിട്ടുള്ള കേരളീയ ന്യൂസിലാണ്. ആ ന്യൂസ് ചാനലിൽ തന്നെ വേറെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സുഹൃത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ഞാൻ എന്തായാലും അതിന്റെയും കൂടി കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം. ആർക്കും മാനേജ് ചെയ്യാനൊക്കാത്ത അവളെ നിലതെറ്റിച്ച എന്തോ സബ്ജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ വരണം പയ്യൻ. അതിന് ഈ എന്താ പറയുക, പോലീസൊക്കെ ശക്തമായി ഇടപെട്ട് എന്തെങ്കിലും പോളിമോർഫിങ്ങോ പോളിഗ്രാഫോ എന്തെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി അയാൾ തന്നെ പറഞ്ഞെങ്കിലേ ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നോക്കൂ. അത് അയാളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. തീർച്ചയായും അയാൾ ബാധ്യതപ്പെട്ടവനാണല്ലോ. കല്യാണം കഴിച്ചാൽ ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്തവൻ കല്യാണം കഴിക്കാൻ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളുടെ സന്തോഷവും സമാധാനവും സങ്കടവും എല്ലാമൊക്കെ നമുക്ക് നോക്കി അവളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം കെട്ടാൻ പോകും. അല്ലെങ്കിൽ നിന്നെപ്പോലെയുള്ള കഴുപ്പണം കെട്ടവന്മാർ കെട്ടാൻ നിൽക്കരുത്. നീയൊക്കെ വല്ല മുരുക്കിലും കൊണ്ട് ഉരയ്ക്കുന്നതായിരിക്കും നല്ലത്, ഇതിനേക്കാളും നല്ലത് കേട്ടോ. നിന്റെയൊക്കെ കഴപ്പ് തീർക്കേണ്ട പാവപ്പെട്ട പെമ്പിള്ളാരെ കെട്ടിക്കൊണ്ടുവന്ന് അവരെ ഉപദ്രവിച്ചിട്ടല്ല തീർക്കേണ്ടത്. ഇവിടെ ജിമ്മി എന്ന് പറയുന്ന നാറിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ജിസ്മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്താണ് സംഭവിച്ചതെന്ന് പോലും ഒരു തെളിവും ഇല്ലാതെ ഈ കേസ് മുങ്ങിപ്പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവൻ നൈസായിട്ട് തേഞ്ഞു മാഞ്ഞങ്ങ് ഒട്ടി അങ്ങ് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവനെ പിടിച്ച് തക്കതായ രീതിയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മണിയാട്ടം ഓരോന്നും പറയും. അത് വെറുതെ ഇരുത്തിയിട്ട് കസേര മുന്നിൽ ഇട്ടിട്ട് വെള്ളം കൊടുത്തിരുത്തിയ കാര്യമില്ല. ചോദിക്കേണ്ട രീതി ചോദിക്കണം. ഈർക്കില്, പഞ്ചസാര, അങ്ങനെ പല പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കയറ്റി കൊടുക്കണം. പരന്നറിയാം. അവൻ ഒരുപാട് അവളെ പിടിച്ച് ഭിത്തിയിൽ അടിച്ചതല്ലേ, അവനും അനുഭവിക്കണമല്ലോ. ആ രീതിയിൽ ചോദിച്ചാലേ അവൻ പറയത്തുള്ളൂ, അല്ലാതെ അവൻ പറയത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ജിമ്മി എന്ന് പറയുന്ന പരനാർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ ഉത്തരവാദിത്വം കല്യാണം കഴിച്ചവൻ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്താലും ഭർത്താവ് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പൊ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾക്കാണ്.
ഇതിനകത്ത് സാമ്പത്തികത്തിന്റെ ഒരു സാമ്പത്തികം കുറവുണ്ട് അങ്ങനെ അവരുടെ പെങ്ങന്മാരെ അയച്ച ജിമ്മിയുടെ പെങ്ങന്മാരെ അയച്ചപ്പോൾ കൊടുത്ത അത്രയും സ്ത്രീധനം ഇവർ കൊണ്ടുവന്നില്ല. അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു കേട്ടോ, പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചിരുന്നു ഈ കല്യാണം നടക്കുമ്പോൾ, അപ്പം ഇവളങ്ങ് പറയുകയാണ് 200 ബസ്സുള്ള വീട്ടില് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു നമുക്കൊക്കെ അത്രയൊക്കെ വലിയ ആൾക്കാരെ വേണോ? പറഞ്ഞു ഞങ്ങളുടെ ജാതിയിൽ ആരും ഇല്ല, അതുകൊണ്ട് 10-30,000 പേരൊക്കെ ഉള്ളൂ ഈ നാട്ടില്, കേരളത്തില്, മീൻസ് കുടുംബങ്ങളെ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ആലോചന വന്നാൽ പണമൊന്നും അല്ല നോക്കുന്നത്, ആ ബെറ്റർ ആണെന്ന് തോന്നുന്ന പയ്യനെ കെട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ശ്രീധരൻ അവർ ചോദിച്ചില്ലേ? ഇല്ല, അവരൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് കൊടുക്കും, അപ്പോൾ എന്നാലും എന്തെങ്കിലും ഇല്ലാതൊക്കെ പോയാൽ? അപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ ആചാരം അനുസരിച്ച് 10-20 പവന്, ഏറ്റവും വലിയ പണക്കാർ പോലും 10-20 പവനിടും, ചിലപ്പോൾ 2-3 ലക്ഷം രൂപ കയ്യിലെ കാശ് കൊടുക്കും, അത് അവർക്ക് വട്ടച്ചെലവിനോ അങ്ങനെയൊക്കെ കൊടുക്കും. അല്ലാണ്ട് ഈ സ്ത്രീധനം എന്നൊരു ആചാരം ഞങ്ങൾക്കില്ല എന്നാണ് അവള്. സ്ത്രീധനം ഇല്ല, അവനൊരു തേങ്ങയില്ല. അവൻ പിന്നെ സ്ത്രീധനത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ഒക്കെ ജിസ്മോളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. സീരിയസ്ലി പറയാം, ഇത് ജിസ്മോള് സ്വയം ചെയ്ത പരിപാടിയൊന്നും അല്ല. അതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്, അത് കണ്ടെത്തുക തന്നെ വേണം. പ്രത്യേകിച്ച് CBI കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ വെള്ളം കുടിക്കും, ഏത് ആ രീതിയിലെങ്കിലും. അല്ലാണ്ട് ഇവിടെ പോലീസുകാരെ അന്വേഷിച്ച് കണ്ടെത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്വേഷണ രീതിയൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നുമില്ല പെട്ടെന്ന് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവുമെന്ന്. എനിക്കങ്ങ് സന്തോഷമായി. അപ്പൊ കുട്ടി നല്ല ഫാമിലിയിലേക്ക്, ഇവര് നല്ല കൾച്ചറാണല്ലോ, അങ്ങനെ പോകുന്നു എന്ന് സന്തോഷിച്ചിട്ടാണ്. വന്നല്ലോ, അത്ര നല്ല ആൾക്കാരാണല്ലോ എന്നാണ് ധരിച്ചത്. പിന്നെ ഇവള് ഇങ്ങനെ പണത്തിന്റെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു ദുഃഖമായിട്ടല്ല, അവര് വലിയ പണക്കാരാ, അവര് വെള്ള റിച്ചാണ്, മനസ്സിലായില്ലേ? അതായത് ഞാൻ ചോദിച്ചു ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് എറണാകുളത്തിന് പോകുന്ന വഴിക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേച്ചി ഇവിടെ വരണ്ട, പിന്നെ ചേച്ചി ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ, ഞാൻ വേണേ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം, മുത്തോലി പോയി നിൽക്കാം, അവിടെ വന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവിടെ കോട്ടയം എത്തിക്കഴിഞ്ഞു. അവ പറഞ്ഞു വേണ്ട ചേച്ചി വരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താടി? അവരെ പണം 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 പണം. എടാ ജിമ്മി, എടാ നാറി, നിന്നെ എന്ത് ചെയ്യണോടാ? നിന്റെ പണവും നിന്റെ കുത്തിക്കഴപ്പും അങ്ങ് തീരും. നീ വെയിറ്റ് ചെയ്യ്, എന്തായാലും വെയിറ്റ് ചെയ്യും. നമ്മളൊന്നും ഇതൊന്നും സംസാരിച്ച് നിർത്താനുള്ള തീരുമാനമൊന്നുമില്ല. നിന്റെയൊക്കെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം മതി നമ്മുടെയൊക്കെ എൻഡിങ്. കുട്ടികളുടെ തള്ളയായിട്ടും ഈ വീടിന്റെ ഒരു ഭാഗമാവാനൊക്കെ കഴിഞ്ഞില്ല. അവൾക്ക് കഴിയാത്തതാണോ അവളെ കൂട്ടാത്തതാണോ എന്നറിയില്ലല്ലോ, ആ ഭാഗം ആക്കിയില്ലെങ്കിലോ. അപ്പം ഞാനേ വിട്ട്, അപ്പം എന്നെ ജിമ്മിക്ക് അറിയാം, ജിമ്മിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ടാണെന്നും തിരുവനന്തപുരത്ത് ഇവള് വരുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്നും അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരിക്കലും പിന്നീട് ജിമ്മിനോട് സംസാരിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷം. അതുപോലെ ഞങ്ങൾ എത്രയോ തവണ ഇങ്ങോട്ട് വിളിച്ചു, അവർ ഞങ്ങളുള്ളപ്പോൾ ഒന്നും വന്നിട്ടില്ല, അല്ലാതെ ഇടയ്ക്ക് ഒരിക്കൽ വന്നിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടേ ഇല്ല ജിമ്മി. നമ്മുടെ കൂട്ടത്തിൽ തന്നല്ലോ, അവിടെ കൊണ്ട് ഒരു യാത്രയും ചെയ്തിട്ടില്ല. ഇത്രയും നാളായിട്ട് ഈ കുട്ടിയും കൊണ്ട് ഒരു ടൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് കാർ ഓടിച്ച് എറണാകുളം വരെ ഒന്ന് പോകുന്ന പരിപാടി പോലും അവന് ചെയ്തിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാലോ. ഈ കേസ് എടുക്കാനും ജീവിതത്തിലും ഒരു പെൺകുട്ടിയുമായി ഒന്ന് ചുറ്റി കറങ്ങണമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാമോ അങ്ങനെ പോലും പോയിട്ടില്ല എന്ന് പറയുന്നിടത്ത് അല്ല, ഇത്രയും അകലത്തിലാണ് ഇതൊന്നും. പിന്നെ എന്ന് പറഞ്ഞാൽ ജിസ്മോളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവൻ ഒരു സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ അവളെയും കൊണ്ട് പുറത്തു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ ഒരു കെട്ടിയവനാടാ. നീ ആവനാടാ നാറി. നിനക്ക് നാണം ഉണ്ടാടാ ഒരു പെണ്ണിനെ കെട്ടി അവളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട്? നീക്ക് കെട്ടാതിരുന്നെങ്കിൽ അവൾ ഇന്ന് ജീവനോടെങ്കിലും ഇരിക്കുമായിരുന്നു. നിന്നെയൊക്കെ പോലത്തെ നാറികൾ കെട്ടിയാണ് അവളുടെയൊക്കെ ജീവിതം തൊലഞ്ഞ് നാറാണത്തായ. ഇവിടെ ഒരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ അവളെ നോക്കാനും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവളെ സ്നേഹിക്കാനും അവളെ കരുതാനും ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് അവളെ പൊന്നുപോലെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം കെട്ടുക. അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ തന്തയില്ലാത്തവർ കെട്ടാതിരിക്കുക. എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കെട്ടി ഒരു പെണ്ണിന്റെ ജീവിതം തുലയ്ക്കരുത്. കെട്ടാതിരുന്ന ഒരു കുഴപ്പമില്ല, നീക്ക് എന്ത് കുത്തിക്കിഴപ്പം കാണിച്ചോ. പക്ഷെ കെട്ടിയതിനു ശേഷം അവളുടെയൊക്കെ ജീവിതം സ്പോയിൽ ചെയ്യില്ലേ? കേട്ടോ, കഴിപ്പണം കേട്ടവനെ. നിന്നെയൊക്കെ പോലെ ഒരുപാട് നാറുകൾ കാരണമാണ് ഒരുപാട് പെണ്ണുങ്ങൾ ഈ ലോകത്ത് ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇറന്ന് സഫർ ചെയ്യുന്നത്. എത്ര വീടുകൾ കുടുംബ പ്രശ്നങ്ങൾ. നീക്ക് എന്തിനാണ് കെട്ടുന്നത്? നോക്കാൻ പറ്റത്തില്ലെങ്കിൽ, സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഉപദ്രവിക്കാനാണെങ്കിൽ നീക്ക് എന്തിനു കെട്ടുന്നത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്, തന്തയില്ലാത്തവന്മാരെ. ഇനി ജിസ്മോളുടെ അച്ഛൻ പറയാൻ നമുക്കൊന്ന് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ഗവനിക്കുകയല്ല. പിന്നെ ഇതാണ് ഓരോരോ ഡെയിലി ഇങ്ങനെ വന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഞാൻ ചെന്നതാണ്. ചാച്ചൻ കാര്യം എങ്ങനെ ഇത് വഴക്കുണ്ടാക്കാര്യം അതായതാന്നൊക്കെ പറയുമ്പം അമ്മ അന്നേരം പറയും ചാച്ചനെ കയ്യിലെടുത്തു, ചാച്ചനുമായിട്ടാണ് ഇപ്പം ചാച്ചനെ ഇതാണെന്ന് പറയും. പിന്നെ ചാച്ചൻ മിണ്ടിയല്ല. അമ്മായിപ്പൻ എന്തെങ്കിലും പറഞ്ഞ് ഇവക്ക് സൈഡ് വല്ലതും പറഞ്ഞാൽ അന്നേരം അമ്മ പറയുന്നത് തന്നെ ചാച്ചനുമായിട്ട് ലൈനായി, ചാച്ചനെ അവൾ വശീകരിക്കുക എന്നൊക്കെ. അപ്പം അവൾ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു, ഞാനത് മൈൻഡ് ചെയ്യലെന്ന് പറയും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ മോള് മൈൻഡ് ആവാതെ ആയി പോയിട്ടുണ്ട്.
മതിയായില്ല മൈൻഡ് ചെയ്യാതെ പോയത്. ആ നശിച്ച നാരായണത്തെ വിളിച്ച കുടുംബത്തിൽ കൊണ്ട് ഇട്ടതേ വലിയ തെറ്റ്. ഇനി അവിടെ കിടന്ന് മോൾ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്ത സമയത്ത് നിങ്ങളെയൊക്കെ വിളിച്ച് അറിയിച്ചപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും, മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെയാണ് ഇന്ന് ആ കൊച്ചു ഭൂമിയിൽ ഇല്ലാതായത്. അതൊന്ന് ചിന്തിച്ചാൽ കൊള്ളായിരിക്കും. ഇതെല്ലാം അപ്പനും അമ്മയും കൂടി ചിന്തിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. നിങ്ങളെ മക്കള് കെട്ടിച്ചു വിട്ടതിന് ശേഷം ഏതെങ്കിലും കുടുംബത്തിൽ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പറഞ്ഞാൽ മതി. കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങും എവിടെയെങ്കിലും. അന്ന് മനസ്സിലാക്കിയാൽ മതി, അന്നിരുന്ന് കരഞ്ഞാൽ മതി, അന്ന് കേസിന്റെ പിന്നാലെ കുത്തി ഒഴുകി അങ്ങ് നടന്നാൽ മതി. ഈ അമ്മായിമ്മ എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യന്റ് അല്ലേ? അത് ഈയിടെ ആയത് ക്യാൻസർ പേഷ്യന്റ്. അതിന് മുമ്പ് തൊട്ട് അപ്പം ഇത് രോഗം വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ പറഞ്ഞ് ഇങ്ങനെ അതാണ് എല്ലാം ദൈവത്തിന് അവൾക്ക് നോക്കാം. അവളന്ന് എല്ലാത്തിനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്നിട്ടും അമ്മായിമ്മ വരുമ്പം പിന്നെയും അവൾ പറയും ഞാൻ എന്തെല്ലാം ചെയ്താലും പിന്നെ എനിക്ക് ഉത്തരവാദിപ്പാ, ഞാനാണ് കീമോ ചെയ്യാൻ കൊണ്ടുപോകുന്നത്, അവിടെ ഈ ഓഫീസിലെ ഇട്ടേച്ച് കീമോ ചെയ്യാൻ കൊണ്ടുപോകും, എല്ലാം ചെയ്താലും. അപ്പോൾ ഞാൻ പറഞ്ഞു മാന ഇങ്ങനെയൊക്കെ ആയാലും ഇനിയായാലും അമ്മയ്ക്ക് ഒരു മാറ്റം വരും, ഞാനത് പ്രതീക്ഷിക്കുവാപ്പാ. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ല, ഇതായി കഴിഞ്ഞ് കീമോ ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി ഇതാവുന്നതിനും പിന്നെ അതിൻ്റെ അപ്പുറമാണെന്ന് അവൾ പറഞ്ഞു. അവൾ പിന്നെ സഹിക്കും. ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിസ്മോക്ക് അവിടെ ഒരു ഇത്തിരിയെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു അമ്മായിപ്പൻ്റെ അടുത്ത് നിന്ന്. അമ്മായിപ്പൻ്റെ അടുത്ത് അവിടെ അതാണ് എനിക്കൊരു ഇത്. അമ്മായിപ്പനുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അമ്മായിപ്പനൂടെ കൈ ഒഴിഞ്ഞതാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ കാരണമെന്നാണ്. അല്ല ചാച്ചൻ നല്ലതാണ്. പക്ഷേ ചാച്ചനൊന്നും മിണ്ടിയല്ല. ചാച്ചൻ എന്നാന്ന് ചോദിച്ചാൽ നിൽക്കുമ്പോൾ ഈ അമ്മ പറയല്ലേ ചാച്ചനെ അവൾ വശീകരിക്കുക, അതാ ചാച്ചൻ അവിടെ ഭാഗത്ത് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാലും ചാച്ചനൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് അവൾ പറയുമായിരുന്നു ചാച്ചനാണ് എനിക്കൊരു സപ്പോർട്ട്. പക്ഷേ ചാച്ചൻ അധികം പറയല. പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അമ്മ ഇത് കുത്തിയെടുത്തില്ല. അതുകൊണ്ട് ചാച്ചനും മിണ്ടിയല്ല. പക്ഷെ എന്തോ ചാച്ചനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും സഹിച്ച ജിസ്മോക്ക് ഒരു ഇതും ഉണ്ടായില്ല. ജിസ്മോളുടെ കുടുംബം ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന സ്വയം തീർന്നതാണ്. ഇത്രയൊക്കെ കണ്ടിട്ടും ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും അവരാരും സംശയമില്ല, സ്വയം ജീവനൊടുക്കി എന്നുള്ളൊരു സെറ്റപ്പിലാണ് ജിസ്മോളുടെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങൾ ആദ്യം ഈ നാറി ജിമ്മിയെ അറസ്റ്റ് ചെയ്യാനും അവനെ ചോദ്യം ചെയ്യാനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി അവനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തത്ത പറയുന്ന പോലെ അവൻ ഓരോന്നും പറയും. എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെയാണ് അവൻ ചെയ്തത് എല്ലാം അവൻ പറയും. പ്രത്യേകിച്ച് പാല് കൊണ്ട് വയ്ക്കുന്ന ആ അമ്മച്ചി അടക്കം പറയുന്നുണ്ട് രാവിലെ കൊച്ചിന്റെ കരച്ചിലാ വീട്ടിൽ നിന്ന് കേട്ടെന്ന്. ജോലിക്കാർ കരയുന്നു, ഓടുന്നു, ഒളിക്കുന്നു, കഴുകുന്നു, എന്തൊക്കെയാ ചെയ്യുന്നേ? ദുരൂഹത ഇല്ലാത്തത് കൊണ്ടാണോ? മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ തിന്നുന്ന ചാണകമല്ല ചോറ. നമുക്കറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ് നടന്നതെന്ന്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് ജിമ്മി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് വശം അങ്ങോട്ട് പിടികിട്ട് എന്താണ് നടന്നതെന്ന് കറക്റ്റായിട്ട് അറിയാനും പറ്റും. അല്ലാണ്ട് ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.